മണിശങ്കർ അയ്യർ പോലുള്ള ഒരാൾ വന്നിട്ട് ഈ കുടുംബത്തിനെതിരെ പറയണത് അത് വെറുതെ ഒരു എന്താ പറയുന്ന അന്തരീക്ഷത്തിൽ വെറുതെ പറയുന്നതല്ലല്ലോ. അതിന് ഓരോന്നിനെ പറയുന്നതിനും അതിൻ്റേതായ രാഷ്ട്രീയമായ സന്ദർഭത്തിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉമ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്നും കോൺഗ്രസ് മാറണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം കൂടി ഉണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ചിരുന്ന ഒരു മുന്നേറ്റം അവർക്ക് നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ള നിലയിൽ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്കുള്ള പിടിപ്പുകേടുകളും പോരായ്മകളുമാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കോൺഗ്രസിനെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ഒരു പരിധി വരെ പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പോൾ ഇവരുടെ നേതൃപരമായിട്ടുള്ള അല്ലെങ്കിൽ നേതൃത്വപരമായ ഒരു കഴിവില്ലായ്മയാണ് ഇന്ത്യ മുന്നണിക്ക് ആ നിലയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റായിക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതാണ് ഇപ്പം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ്സാണ്. അവർ അതിൻ്റെ ലീഡർഷിപ്പ്, ഇന്ത്യ മുന്നണിയുടെ ലീഡർഷിപ്പ് അവർ നേരിട്ടെടുക്കും. മമതാ ബാനർജി നേരിട്ട് നേതാവാകണം എന്നുള്ള നിലയിൽ അതിനെ സഞ്ജയ് റൗട്ട് എന്ന് പറയുന്ന ശിവസേനയുടെ, അതായത് ബാൽ താക്കറെയുടെ ഭാഗത്തുള്ള ശിവസേനയുടെ നേതാവും അതിനെ എൻഡോഴ്സ് ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം ബീഹാറിലെ ലാലു പ്രസാദ് യാദവ്, കാരണം ലാലു പ്രസാദ് യാദവ് ആയിരുന്നു ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ ഒരു പിന്തുണക്കാരൻ. ലാലു പ്രസാദ് യാദവ് പോലും ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾക്കുള്ളിൽ ഉള്ള ഈ ഒരു സമ്മർദ്ദം അതിനെ ഏതാണ്ട് പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ആയിട്ട് ഈ മണിശങ്കർ അയ്യറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് ആ നിലയിലാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഇവർക്ക് തമ്മിലുള്ള വ്യക്തിപരമായ ഒരു അനിഷ്ടമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാറ്റമോ എന്നുള്ള നിലയിൽ ഉപരിയായിട്ട് ഈ പർട്ടിക്കുലർ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് പൊതുവിൽ ഈ പറയുന്ന ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിനെതിരെയുള്ള ഒരു അല്ലെങ്കിൽ നേതൃത്വം ഈ നിലയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശേഷിയുള്ളവരല്ല അവരെന്ന് പറയുന്ന ആ ഒരു സമ്മതം ഉണ്ടല്ലോ, അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ സിഗ്നിഫിക്കൻസ്. 2014 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് അവൻ ചായവാലയാണെന്ന് പറഞ്ഞത്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മൈലേജ് ആയിരുന്നു. അവർ ആ കാലത്ത് ചായ് പേ ചർച്ച എന്ന് പറഞ്ഞിട്ട് അതായത് ഇങ്ങേര് വളരെ മോശമായിട്ടുള്ള നിലയിലാണ് അത് കമൻറ്റ് ചെയ്തതെന്നുള്ള ഒരു നിലയിലേക്ക് BJP തിരിച്ചടിച്ചു. അപ്പോൾ ആ നിലയിൽ കോൺഗ്രസിൻ്റെ പിന്നെ അദ്ദേഹം ഇതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ വളരെ ഈ ഒരു ലൗഡ് മൗത്ത് ആണെന്നുള്ള നിലയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏതായാലും കുറേ കാലമായിട്ട് കോൺഗ്രസിൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, വേറെ എന്തോ ഒരു അഭിപ്രായം ഇതുപോലെ പറഞ്ഞതിന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെയ്തിയുടെ ഒരു പോക്കാൻ്റെ ഒരു കൾമിനേഷനാണ് ഇന്നലെ പറഞ്ഞത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പ്രത്യേകം പരാമർശിക്കുന്നു. രാഹുൽ ഗാന്ധിയെ എനിക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. കൂടുതൽ കാണുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. അവസാനമായിട്ടും കണ്ടത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഈ ഈ സോക്കാൾഡ് ഈ കുടുംബത്തിനകത്തു നിന്നുള്ള അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കൊട്ടാരം വിദൂഷകർക്ക് സംഭവിക്കുന്ന ചില ഭാവം അല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങളുടെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ കാണാം.